എഡ് സ്പാർക്ക് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഫൈസൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം JLT എക്സാമിന്റെ ഡേറ്റ് വരികയുണ്ടായിരുന്നു, കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വരികയുണ്ടായിരുന്നു. കൺഫർമേഷനുള്ള മെസ്സേജുകൾ പല ആളുകൾക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കേണ്ടായിരുന്നു. അപ്പം മൊബൈലിൽ മെസ്സേജ് വന്നില്ലെങ്കിലും നിങ്ങൾ പ്രൊഫൈൽ കയറിയിട്ട് എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ഒക്ടോബർ 1-നാണ് JLTയുടെ എക്സാം. ഇനി കുട്ടികൾക്ക് അടുത്തുള്ളൊരു സംശയമാണ്, ഇപ്പോൾ പല ജില്ലകളിലും വിളിച്ചിട്ടുണ്ട്, ഏകദേശം എല്ലാ ജില്ലകളിലും വിളിച്ചിട്ടുണ്ട്, ചില ജില്ലകളിൽ മാത്രമേ നേരത്തെ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ എത്ര പേരാണ് ഓരോ ജില്ലയിലും അപേക്ഷിച്ചിട്ടുള്ളത്, അപേക്ഷകരുടെ എണ്ണം എത്രയാണ് എന്ന് കുട്ടികൾ ചോദിക്കേണ്ടായിരുന്നു. അപ്പോൾ ആ എണ്ണം അറിയുമ്പോൾ എത്ര പേരോടാണ് താൻ മത്സരിക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ഇത്രയും ആളുകളോടാണല്ലോ ഞാൻ മത്സരിക്കേണ്ടത്, അത്രത്തോളം ഞാൻ പഠിക്കേണ്ടതുണ്ട്, അത്രത്തോളം പരിശ്രമിക്കേണ്ടതുണ്ട്, അത്രത്തോളം സമയം ചെലവഴിക്കേണ്ടതെന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എത്ര പേരാണ് ഫുൾ ടൈം അതേപോലെ തന്നെ പാർട്ട് ടൈമിൻ്റെ വിളിച്ചിട്ടുള്ള ജില്ലകളിൽ ആപ്ലിക്കേഷൻസ് അയച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് കൺഫർമേഷൻ്റെ വരുമ്പോൾ വേറൊരു എണ്ണമായിരിക്കും കേട്ടോ. ഇപ്പോൾ നിലവിൽ അപേക്ഷ അയച്ചിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് നമ്മൾ പറയുന്നത്. ഇത് കൺഫർമേഷൻ ചില ആളുകൾ കൊടുക്കില്ല, അപേക്ഷിച്ചിട്ടുണ്ടാവും, പക്ഷേ കൺഫർമേഷൻ ചില ആളുകൾ കൊടുക്കില്ല. ചിലപ്പോൾ ചില സർവീസിൽ അവർ കയറിയിട്ടുണ്ടാവും, HST കിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ അങ്ങനെ ഏതെങ്കിലും സർവീസിൽ കയറിയിട്ടുള്ള ആളുകളുണ്ടാകും, ജോലി ആവശ്യമില്ലാത്തവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കൺഫർമേഷൻ കൊടുക്കില്ല, എക്സാം എഴുതാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ കൺഫർമേഷൻ കൊടുക്കില്ല. പിന്നെ ചില ആളുകൾക്ക് മറന്നൊക്കെ പോകും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്പറിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ വന്നേക്കാം, ചെറിയ എണ്ണം കുറഞ്ഞേക്കാം, കൂടില്ല എന്തായാലും ചെറിയ എണ്ണം കുറഞ്ഞേക്കാം. ചില ജില്ലകളിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ആ നമ്പറൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. പക്ഷെ എന്നാലും ചെറിയ ചെറിയ കുറവുകൾ നമുക്ക് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷമുള്ള ആ നമ്പേഴ്സിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഇപ്പോൾ നിലവിൽ എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് എണ്ണമാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, ആദ്യം ഫുൾ ടൈം നോക്കാം, ഫുൾ ടൈമിൻ്റെ നോക്കാം ഏതൊക്കെ ജില്ലയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ളത് 1009 പേരാണ്, 1009 അപേക്ഷകരാണുള്ളത്. കൊല്ലം 445, പത്തനംതിട്ട 170, ആലപ്പുഴ 264, കോട്ടയം 179, ഇടുക്കി 230, എറണാകുളം 592, പാലക്കാട് 746, മലപ്പുറം 1258, കോഴിക്കോട് 781, വയനാട് 289, കണ്ണൂർ 747, കാസർഗോഡ് 902. കണ്ടോ? അപ്പോൾ ഇത്രയും അപേക്ഷകരാണ് ആ ജില്ലയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം, നോക്കുമ്പോൾ തന്നെ അറിയാം, ഏറ്റവും കൂടുതൽ അപേക്ഷകർ വന്നിട്ടുള്ളത് ഫുൾ ടൈമിൻ്റെ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്, 1258. അത്രയും ഉണ്ട്. നമുക്കറിയാത്ത ഒരുപാട് സ്കൂളുകളും അവിടെയുണ്ട്, ഒരുപാട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, വേക്കൻസികൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഒരുപാട് നിയമനം നടക്കുന്നതാണ് മലപ്പുറം. പൊതുവെ നമുക്കറിയാം നിയമനം കൂടുതൽ നടക്കുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ അവിടെ 1258 പേരുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കുറവ് നമ്മൾ നോക്കുകയാണെങ്കിൽ, കുറവ് വന്നിട്ടുള്ളത് ഏത് ജില്ലയാണ്? പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കുറവ്. 170 പേരാണ് പത്തനംതിട്ട ജില്ലയിൽ അപേക്ഷിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം അത്രയും പേരോട് അവർക്ക് മത്സരിച്ചാൽ മതി, 170 പേരോട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഓരോ ജില്ലകളും നിങ്ങൾ വിലയിരുത്തിയിട്ട് വേണ്ട. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുകയാണ്. ഞാൻ ഇതിപ്പോൾ 1009 തിരുവനന്തപുരം ജില്ല അപ്ലൈ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളുടെ മനസ്സിൽ 1009 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ 1008 ആളുകളോട് മത്സരിച്ചിട്ട് വേണം എനിക്ക് റാങ്ക് ലിസ്റ്റിന്റെ ഒന്നാമത് എത്തുവാൻ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണം. അപ്പോൾ അത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾ 2 മാസം ആണ് നമുക്ക് മുമ്പിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം ക്രമീകരിക്കണം. ഇനി നമുക്ക് പാർട്ട് ടൈമിൻ്റെ കൂടെ ഒന്ന് നോക്കാം. പാർട്ട് ടൈമിൻ്റെ ജില്ല വരുമ്പോൾ നോക്കും നിങ്ങൾ, പാർട്ട് ടൈമിൻ്റെ കൊല്ലം ജില്ലയിൽ 988 പേരാണ് അവിടെ അപേക്ഷിച്ചിട്ടുള്ളത്. പത്തനംതിട്ട വരുമ്പോൾ 246, ആലപ്പുഴ വരുമ്പോൾ 424, ആലപ്പുഴയിൽ 424 വരുന്നുണ്ട്. അതുപോലെ ഇടുക്കിയിൽ 644 വരുന്നുണ്ട്. ഇടുക്കിയിൽ ഫുൾ ടൈമിന് 230 പേരാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ ഇവിടെ പാർട്ട് ടൈമിന് വന്നപ്പോൾ 644. അപ്പോൾ ആ ഒരു ആപ്ലിക്കൻസിൻ്റെ വേരിയേഷൻ നിങ്ങൾ നോക്കൂ. തൃശ്ശൂർ ആകട്ടെ 590, പാലക്കാട് 571, മലപ്പുറം വന്നിട്ടുള്ളത് 890 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറഞ്ഞു. ഫുൾ ടൈമിൻ്റെ പറഞ്ഞപ്പോൾ 1258 ആണെങ്കിൽ പാർട്ട് ടൈമിൻ്റെ വന്നപ്പോൾ മലപ്പുറത്ത് കുറഞ്ഞു, 890 പേരാണ് അവിടെ അപേക്ഷിച്ചിട്ടുള്ളത്. കോഴിക്കോട് വരുമ്പോൾ 716 പേരും, വയനാട് 359 പേരും, കണ്ണൂർ 638, കാസർഗോഡ് 617 പേരുമാണ് വന്നത്. ഇവിടെ കാസർഗോഡ് ഫുൾ ടൈം വന്നിട്ടുള്ള 902 പേരായിരുന്നു. ഇവിടെ വന്നപ്പോഴും എന്ത് ചെയ്തു, അവിടെ കുറഞ്ഞതായിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കും.
ഓക്കെ. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ വന്നപ്പോൾ കൊല്ലം ജില്ലയിൽ ഫുൾ ടൈമിന്റെ വന്നപ്പോൾ 445 പാർട്ട് ടൈമിലേക്ക് വന്നപ്പോൾ 988 അവിടെ കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയിരുന്നാലും ഏത് ജില്ലയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ എത്രത്തോളം പേരോട് നിങ്ങൾ മത്സരിക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഉള്ള ദിവസം വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നമ്പർ കാണുമ്പോൾ ഉള്ള കോൺഫിഡൻസ് പോകരുത്. ഈ ഒരു എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പേരോട് ഞാൻ മത്സരിക്കണമല്ലോ, അപ്പം അത് എനിക്ക് പറ്റുമോ, എനിക്ക് കഴിയുമോ എന്നൊക്കെ ഉള്ള ഒരു നെഗറ്റീവ് തോട്ടല്ല വേണ്ടത്. ഇത് ഈ ഒരു നമ്പേഴ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓക്കെ ഇത്രയും പേരോട് ഞാൻ മത്സരിക്കേണ്ടത് ശരി എനിക്കെന്നെ പറ്റും. വരുന്ന ദിവസങ്ങൾ കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം രീതി ടൈം ടേബിൾ ഉണ്ടാക്കി കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടും. നമുക്ക് ഈ ഒരു 2 മാസം തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഓർത്ത് നോക്കണം, ഒരു പോയിന്റ് ഉണ്ട്, കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, JLT നേടിയെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മുടെ എഡ്സ്പാർക്കിൽ 2 മാസത്തെ ക്രാഷ് കോഴ്സ് കൂടി JLTയുടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താഴെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായിരുന്നാലും ഈ ഒരു JLT നേടിയെടുക്കണം എന്നുള്ള ഉറപ്പോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, പരിശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, JLTയുടെ കുറച്ച് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുപോലെ GKയുടെ കുറച്ച് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് ചാനലിൽ കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കല്ലേ? ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.